ويل يومئذ للمكذبين انطلقوا إلى ما كنتم به تكذبون ويل يومئذ للمكذبين
اللهم علمنا ما ينفعنا وانفعنا بما علمتنا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അള്ളാഹു നമ്മുടെ വിശുദ്ധ ഖുർആൻ പഠനത്തിൽ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തു മുർസലാത്തിലെ 35-34 ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്തു. അതിൽ ഇന്ന് നമ്മളെടുത്തത് 29 മുതലുള്ള ആയത്തുകളാണ്. 29 മുതൽ 34 വരെ അതിൻ്റെ ഏകദേശ പാരായണ രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കിയവരാണ്. എങ്കിലും ഇന്ന് നമ്മളതൊന്ന് പാരായണം ചെയ്തു. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇവിടെ വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, ഈ സൂറത്തിൽ 10ഓളം തവണ ആവർത്തിച്ച ഒരായത്ത്. ഈ ആയത്ത് ഇപ്പോൾ 10ഓളം തവണ ഉണ്ടാകുമ്പോൾ 10 ആയത്ത് പഠിച്ചതിന് തുല്യമാണ്. ഫസ്റ്റത്തെ ആയത്തിൽ തന്നെ നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ 10ഓളം ആയത്ത് പഠിച്ചതുപോലെയാണ്. 10 ആയത്തുകളായിട്ട് ഈ സൂറത്തിൽ മാത്രം. വേറെയും ചില സൂറത്തിൽ ഈ ആയത്ത് കടന്നു വന്നത് നമ്മൾ ചർച്ച ചെയ്തു. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു വെച്ചതാണ്, അള്ളാഹു സുബ്ഹാനഹു തആല ഈ മുകദ്ദിബീങ്ങളായ ആളുകൾക്ക് ലോകത്ത് കാണാൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുത്തു. അള്ളാഹ് ആരാണ്, അള്ളാഹിന്റെ കഴിവെന്താണ് അല്ലെ എന്നൊക്കെ ബോധ്യപ്പെടുത്താൻ. മുകദ്ദിബീൻ എന്ന് പറഞ്ഞാൽ നിഷേധിച്ച ആളുകൾ, വ്യാജമാക്കി കളഞ്ഞ ആളുകൾ, അള്ളാഹുവിനെയും അല്ലെ അള്ളാഹു പറഞ്ഞയച്ച റസൂലുമാരെയും അള്ളാഹു അവതരിപ്പിച്ച കിതാബുകളെയും അതിലേറെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നാളിനെയും ഒക്കെ വ്യാജമാക്കി കളഞ്ഞവർ, അത് സംഭവിക്കൂല എന്ന് പറഞ്ഞു നടന്ന ആളുകൾ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് ഈ ഭൂമിയിൽ ഒരുക്കിയ ഭൂമിയുടെ സൗകര്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അലം നജ്അലിൽ അർള കിഫാത അഹ്യാഅം വ അംവാത, അല്ലേ? ജീവിക്കുന്നവർക്കും എന്തായിട്ട് അലം നജ്അലിൽ അർള കിഫാത അഹ്യാഅം വ അംവാത, ജീവിക്കുന്നവർക്കും മരിക്കുന്നവർക്കും വേണ്ടി ഭൂമിയെ നാം എന്താക്കി? കിഫാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ അതിനെ ശരിക്കും ശരിയ സൗകര്യപ്രദമാക്കിയിട്ട് അള്ള എന്ത് ചെയ്തു? അതിനെ തന്നു. എല്ലാം ഉൾക്കൊള്ളുന്നവ എന്നാണ് കിഫാത്ത എന്നല്ലേ നമ്മൾ പറഞ്ഞത്, അല്ലേ? നമുക്ക് ജീവിക്കുന്നവർക്കും മരിക്കുന്നവർക്കും തന്നെ, ജീവിക്കുന്നവർ ഇതിന്റെ മുകളിൽ, മരിച്ചവരോ ഭൂമിന്റെ ഉള്ളില് എന്നുള്ള നിലക്ക്. വജഅൽനാ ഫീഹാ റവാസിയ ശാമിഖാത്തിൻ വഅസ്ഖൈനാകും മാഅൻ ഫുറാത. നമ്മൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ബലിഷ്ഠങ്ങളായ ശക്തമായ ചില പർവ്വതങ്ങളെ റബ്ബ് സൃഷ്ടിച്ചു വെച്ചു. ഷാമിഹാത്ത് എന്ന് പറഞ്ഞാൽ അല്ലെ അതിശക്തമായ പർവ്വതങ്ങൾക്ക് ഉപയോഗിക്കും. അപ്പോ റാസിയ അല്ലെ റവാസി എന്നുള്ള നേരത്ത് വാസ്ഖൈനാക്കും, എന്നിട്ട് നാം നിങ്ങളെ കുടിപ്പിച്ചു മാഅൻ ഫുറാത്ത, ശുദ്ധജലം. ഫുറാത്ത് എന്ന് പറഞ്ഞാൽ അത്രക്കും പ്യുവറായ ശുദ്ധജലത്തിനാണ് എന്ത് ചെയ്യുക? ഫുറാത്ത് എന്ന് നമ്മൾ അന്ന് അള്ളാഹു ഉപയോഗിച്ചതിന്റെ വിശദീകരണം നമ്മൾ വായിച്ചത്. അസ്ക കുടിപ്പിച്ചു, അല്ലെ? സക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിച്ചു എന്നുള്ള നിലക്ക് പറയാറുണ്ട്. അസ്ക എന്ന് പറഞ്ഞാൽ കുടിപ്പിച്ചു എന്നാണ്. അസ്കൈനാ, നാം കുടിപ്പിച്ചു കും നിങ്ങളെ. അതിൽ ഭൂമിയിലുള്ള സകലയെയും അള്ളാഹു എന്ത് ചെയ്തു? ഇവിടുത്തെ ശുദ്ധജലം കുടിപ്പിക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ അള്ളാഹു ലോകത്ത് ഒരുക്കി വെച്ച എല്ലാ അനുഗ്രഹങ്ങളെയും റബ്ബിന്റെ കഴിവുകളെയും റബ്ബോട് ഓർമ്മിപ്പിക്കാൻ ആരെ? മുകദ്ദിബീങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് മക്കയിൽ ഉണ്ടായിരുന്ന മുകദ്ദിബീൻ. എന്നിട്ട് റബ്ബ് പറ വൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ, എന്നാ മുകദ്ദിബീങ്ങൾക്ക് നാശം. അതായത് എന്നിട്ടും ഇതിനെ നിഷേധിച്ച് കളഞ്ഞ് നടക്കുന്ന ആളുകളാണോ, അവർക്കൊരു നാശത്തിന്റെ ദിവസം കടന്നു വരാനുണ്ട്. ഇത് ഇടക്കിടക്ക് അള്ളിങ്ങനെ ഓർമ്മിപ്പിക്കും. ഇനി ആ മുകദ്ദിബീങ്ങളോടുള്ള സംസാരമാണ് നമ്മൾ ഇന്ന് ഓതിയത്. ഇന്നത്തെ സംസാരം മുഴുവൻ ആരോടാണ്? മുകദ്ദിബീങ്ങൾ, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലുമാരെയും വേദഗ്രന്ഥങ്ങളെയും പരലോകത്തെയും വ്യാജമാക്കി കളഞ്ഞവരോട് പറയാം ഇൻതലിഖൂ, ഇൻതലിഖ്, ഇൻതലിഖാ, ഇൻതലിഖൂ. അറബിയിലെ ഒരു പ്രയോഗം ഇൻതലിഖ്, ഓ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. അപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിനെയും കൊണ്ടുപോയില്ലേ സ്വർഗം കാണിക്കാനൊക്കെ ചില സമയങ്ങളിൽ പോയതായി ഹദീസിൽ കാണാം. അപ്പോ എന്താണ്, ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഇപ്പോ നരക ശിക്ഷകനെ കാണിച്ചു കൊടുക്കുമ്പോ ഇതേത് ടീമാണ്, ഇതാരാൻ, മൻ ഹൗലാ ജിബ്രീൽ, ജിബ്രീലെ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ ഇൻതലിഖ്, ഇൻതലിഖ്, പോ ഇപ്പൊ പറഞ്ഞല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം എന്നുള്ളത് ഇൻതലിഖ് എന്നാണ്. അപ്പൊ ഇൻതലിഖ്, ഇൻതലിഖാ, ഇൻതലിഖു. എന്താ ഇൻതലിഖ് എന്ന് പറഞ്ഞാൽ ഉഖ്റുജ് എന്നുള്ള അർത്ഥം, അതായത് കടന്നു പോവുക, അതല്ലേ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശരിക്കുള്ള വാക്ക് ഇൻതലിഖ് എന്ന് പറഞ്ഞാൽ കടക്ക് പുറത്ത്, അതായത് കടന്നു പോവുക, അത് പോവുക മുന്നോട്ട്. ഇലാ മാ കുന്തും ബിഹി തുകദ്ദിബൂൻ, ഇല ഏതിലേക്ക് പോണം? ഇല മാ ഒന്നിലേക്ക്, ഏത് കുന്തും ബിഹി നിങ്ങളായിരുന്നു ആ ഒന്നിനെ, തുകദ്ദിബൂൻ നിഷേധിച്ചവരായിരുന്നു, നിങ്ങൾ ആ ഒന്നിനെ വ്യാജമാക്കി കളഞ്ഞവരാ. അതായത് പരലോകം ഇല്ലാതെ പറഞ്ഞ ആൾക്കാരല്ലേ, നിങ്ങൾ ചെല്ലേ അവിടെ എത്തുമ്പോ കാണാം എന്നുള്ള നിലക്ക് റബ്ബ് മുകദ്ദിബീങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു താക്കീത് പറയാൻ, നിങ്ങൾ എന്തിനൊക്കെ നിഷേധിച്ചോ അതിനൊക്കെ നിങ്ങൾക്ക് കാണാം,
അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട? റബ്ബിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടും എന്നുള്ള നിലക്ക് റബ്ബ് പറഞ്ഞു. നിങ്ങൾ എന്തിനെയാണോ നിഷേധിച്ചത് അതിലേക്ക് നിങ്ങൾ കടന്നു പോവുക. ഇല്ല എന്നല്ല പറഞ്ഞ ആയിക്കോട്ടെ, ഇല്ല നിങ്ങൾ ചാവും, ഇല്ലായ്മയിലേക്ക് നിങ്ങൾ ചെല്ല്. പക്ഷെ ഇതുണ്ടാവുന്ന ആ ഒരു ബോധ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട് അല്ലെ, അത് വലിയ യൗമൈദിൽ മുഖദ്ദീബീനാണ് നനഞ്ഞ റബ്ബ് ഇങ്ങനെ പറയുന്നത്. ഇൻതലിഖൂ, നിങ്ങൾ കടന്നു പോകുക, ഇലാ ഒന്നിലേക്ക്, ഏതൊന്ന്? ഇലാ മാ ഒന്നിലേക്ക്, ഏതൊന്ന്? കുൻതും ബിഹി, ആ ഹി, ഈ ഹി ഇല്ലേ, ഈ ഹി ഏതിലേക്കാ മടങ്ങുന്നത്? ഈ ലമീർ ബിഹി, അതിനെ കൊണ്ട് എന്നാണ് അർത്ഥം. ഏതാണ് അത്? മാ, ഈ ഒന്ന്, ഏതൊന്ന്? തുകദ്ദിബൂൻ, വ്യാജമാക്കി കളഞ്ഞ ഒന്നിനെ കൊണ്ട്. നിങ്ങൾ എന്തിനെയാണോ വ്യാജമാക്കി കളഞ്ഞത് നിങ്ങൾ അതിലേക്ക് പോവുക. ഇപ്പൊ നിങ്ങൾ അതിലേക്ക് പോവുക, നിങ്ങളെ വ്യാജങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക അല്ലെ. നിങ്ങളുടെ വ്യാജങ്ങൾ വ്യാജമാണെന്ന് പറഞ്ഞ വ്യാജമാണെന്ന് പറയുന്ന നിങ്ങളുടെ പ്രഖ്യാപനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുമോ ആ വാദങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഇൻതലിഖൂ, വീണ്ടും റബ്ബിന്റെ വാക്കാണ് ഇൻതലിഖൂ. നിങ്ങൾ കുറച്ച് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ കടന്നു പോവുക അല്ലെ, വീടോട്ടേക്ക് പോവുക. ഇലാ ളില്ലിൻ, ഏത്? ഇലാ ളില്ലിൻ, ഒരു തണലിലേക്ക്. ലില്ല് എന്ന് പറഞ്ഞാൽ തണൽ അല്ലെ, വല്ല ആയിട്ട്. ഇത് ഇവിടെ ലില്ലാൻ, നമ്മൾ ഇതിന്റെ ആണ് ലിലാൽ അല്ലെ. കൊടക്കൻ നമ്മൾ അറബി പറയാം, ഈ പദം മറക്കാതെക്കാനാണ്. മിവല്ലത്ത് അല്ലെ, തണലേകുന്നത്, നമുക്ക് നിഴലേകുന്നത്. നിഴൽ എന്നുള്ളതിന് ലില്ല് എന്ന് പറയും. നിഴൽ എന്ന് പറഞ്ഞാലും തണലല്ലേ അല്ലെ. അപ്പൊ ഇല ലില്ലിൻ, ലില്ല് എന്നാണ് ഇവിടെ. ലില്ലിനായത് ഇല വന്നതുകൊണ്ട് ജാറ് പഞ്ചറോ. ഇല ലില്ലിൻ, നിങ്ങൾ പോകേണ്ടത് എവിടേക്കാണ്? തണലിലേക്ക്. എങ്ങനത്തെ തണലുകൾ? ഈ ഉള്ളതിനാണ് ഈ സലാത്തി ഷുഅബ്, 3 ശാഖകളുള്ള തണൽ. ഷുഅബ് എന്ന് പറഞ്ഞാൽ ശാഖ. അപ്പൊ നമ്മൾ പറയാം അൽ ഈമാനു ബിദ്ഉൻ വ സബ്ഊന ശുഅബ, കേട്ടിട്ടുണ്ടാവും. ഈമാനിന് 70-ൽ പരം ശാഖകളുണ്ട്. ശാഖകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബ്രാഞ്ചസ് അല്ലെ. അപ്പോ 3 ബ്രാഞ്ചസ് ഉള്ള 3 ബ്രാഞ്ചസ് ഉള്ള നാട്ടെ ഈ ദീ എന്നുള്ളതിന് ഉപയോഗിക്കാം. നമ്മൾ പറയില്ലേ എന്താണ്? ദുൽ ഫദൽ, ഫദലുള്ള മുതലുള്ളവൻ. ദുൽ ജമാൽ, ഭംഗിയുള്ളവൻ. ദുൽ ഫിക്ർ അല്ലെ, ഫിക്ർ ശരിക്കും ആ ദുൽ ഫുഖാ എന്ന് പറയുന്നത് അല്ലെ. ദുൽ ഫിക്ർ എന്നാണ്. ഫിക്ർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഫിക്ർ, ചിന്തയുള്ള. പിന്നെ സമ്പത്തുള്ളവൻ, ഭംഗിയുള്ളവൻ അല്ലെ. ദുൽഹജ്ജ് എന്ന് പറയുമ്പോ ഹജ്ജുള്ളത്. യെസ്, ദുൽഹജ്ജ് മാസം, ഹജ്ജുള്ള മാസം അല്ലെ. രണ്ട് പ്രകാശമുള്ളവൻ. ഉസ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദുൽഖർനൈൻ, 2 മുമ്പുള്ളവെന്നാണ് ശരിക്കും ദുൽഖർനൈൻ ആ പേരാണ് അല്ലെ. ദുൽഖർനൈൻ. പിന്നെ എന്താണ്? ഈ എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്യുന്നതാ. ഈ എന്താ ഇവിടെ ദീ ആയിട്ട് ഓർമ്മ? ദൂന്നുള്ളത് ചില സമയത്ത് ദീനാവും, ചില സമയത്ത് ദാനാവും അല്ലെ. ഞാനൊരു മനുഷ്യനെ കണ്ടു, ദാ മാലി, അയാള് സമ്പത്തുള്ളവനാണ്. അവിടെ മഫൂലുൽ ബി ആയതുകൊണ്ട് ദാ എന്നുള്ള അർത്ഥത്തിൽ വന്നു. ഇവിടെ ഇല വന്നില്ല. ഇല ഈ ഇല വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം കൊടുക്കണം നിയമം. ഈ ദില്ലിന്റെ സിഫത്താണ്. ഇലാ ദില്ലിൻ, ഒരു തണൽ. എങ്ങനെയുള്ള തണൽ? ആ തണൽ അതിനുണ്ട് എന്ത്? സലാത്തി ശുഅബ്, 3 ബ്രാഞ്ചുകൾ. 3 ബ്രാഞ്ചുകളുള്ള തണലുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? പോവുക. എന്താ പറഞ്ഞതിന്റെ പൊരുൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നരകത്തിനെ പറ്റിയാണ് അത്രേ റബ്ബിന്റെ സംസാരം. അതായത് നരകത്തിൽ നിന്ന് അതിശക്തമായി തീ ഇങ്ങനെ പോകുമ്പോ അതിൽ നിന്ന് ഉയർന്നു പോകുന്ന പുക 3 തട്ടുകളായിട്ട് ഇത് എന്ത് ചെയ്യും? ആർക്ക് കാണാം? മുഖദ്ദീബീങ്ങൾക്ക് കാണാനാണ് അല്ലെ. ഇതിന്റെ പുകല്ലേ ദുഹാൻ. അപ്പൊ അത് നരകത്തിലേക്ക് പോകുന്നതിന്റെ ആ ഒരു പ്രയോഗം ഒരു ആലങ്കാരികമായ രൂപത്തിലോ, ആലങ്കാരികം എന്ന് പറയാനില്ല, അതൊരു യാഥാർത്ഥ്യമാണ്, ഹക്കീക്കത്താണ്. ഇനി ആ രൂപത്തിലായിട്ട് എന്ത് ചെയ്യവർക്ക് നരകത്തിൽ അത് കാണാം. പക്ഷെ റബ്ബ് അതിന് വളരെ സുന്ദരമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് 3 പാളികളുള്ള 3 ശാഖകളുള്ള തണലുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ മാറി. നരകം എന്നുള്ള തണലാവോ? തീ തണലാണ്. തീയിന്റെ നേരായിട്ട് തണലേക്കോ? ഒരിക്കലും ഇല്ല. കരിഞ്ഞാണ്ട് പോവാന്നല്ലാതെ പുക അതൊരിക്കലും തണലാവൂല. അതാണ് ഞാൻ അടുത്ത് പറയുന്നത്. പക്ഷെ നിങ്ങൾ ആ തണലിലേക്ക് മാറി നിൽക്കുക. നിങ്ങൾക്ക് തണലുണ്ട്. എന്നിട്ട് തണൽ തീയിന്റെ പുകയുടെ 3 ബ്രാഞ്ചസ് ഉള്ള തീയിന്റെ പുകയുടെ ദുഹാനിന്റെ ബ്രാഞ്ചസുകൾ നിങ്ങൾക്ക് എന്തുണ്ട്? അവിടെ തണലായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പോവുക. എന്നിട്ട് വീണ്ടും പറഞ്ഞു ലാ വലീലിൻ, അത് തണലേകുന്നവയല്ല. വലിയ ആണെന്ന് പറഞ്ഞു. പക്ഷെ അതിന് അവരെ പരീക്ഷിക്കാൻ വേണ്ടി പറയാം. നിങ്ങൾ ആ തണലത്തേക്ക് മാറിക്ക്, തട്ടുച്ചക്ക് ചുട്ടുകൊള്ളുന്ന വെയിലിന്റെ സൂര്യന്റെ തണലിലേക്ക് മാറിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ അല്ലെ? അതൊരു പരിഹാസമാണ്.
റബ്ബ് അവരെ പരിഹസിക്കുക, നിങ്ങൾ ആ 3 ബ്രാഞ്ചസ് ഉള്ള തണലുകളിലേക്ക് നിങ്ങൾ മാറി നിൽക്കുക. ലാ വലീലിൻ, എന്നാൽ അതെന്തല്ല, തണലേകുന്നവയല്ല, അതൊരു നിഴലല്ല, നിഴലുകളല്ല. വലീൽ എന്ന് പറഞ്ഞാൽ ളിലാൽ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. വലീൽ എന്താ ളിലാൽ? ളിലാൽ ഒരു തഫ്സീറിന്റെ പേരാണ്. ഫീ ളിലാലിൽ ഖുർആൻ നമ്മൾ വായിക്കാർക്ക് പറയുന്നത് ആരാ? ഫീ ളിലാലിൽ ഖുർആൻ സയ്യിദ് ഖുതുബിന്റെ ഖുർആനിന്റെ തണലിൽ സയ്യിദ് ഖുതുബിന്റെ തഫ്സീറിന്റെ പേരാണ് ഫീ ളിലാലിൽ ഖുർആൻ എന്ന് പറയാറുണ്ട്. നമ്മള് അമാനി മൗലിന്റെ തഫ്സീറൊക്കെ വായിക്കുമ്പോൾ ചില സമയത്ത് സയ്യിദ് ഖുതുബിന്റെ കോട്ടിങ്സ് അമാനി മൗലി എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. ഇവിടെ പിന്നെ ഖുർആനിൽ പല സ്ഥലത്തും വന്ന വാക്കാണ് അല്ലെ. ളിലാൽ വന്നിന്, വലീൽ വന്നിന്, അതുപോലെ തന്നെ വില്ല് വന്നിന് അല്ലെ. ഇവിടെ എല്ലാ വലീലിൻ അതെന്തല്ല, ഒരു നിഴലേകുന്നതല്ല, അല്ലെങ്കിൽ തണലേകുന്നതല്ല. ഏത് ആ പുക, ഈ 3 പാളിച്ചകൾ, ഈ 3 പാളികളിൽ നിന്ന് ഒരാൾക്ക് തണൽ അത്ര സുഖകരമായ തണൽ കൊടുക്കൂല. വലാ യുഗ്നി മിനൽ ലഹബ്. ലാ യുഗ്നി എന്ന് പറഞ്ഞാൽ അത് എന്തേലും പര്യാപ്തമല്ല, ഉപകാരപ്പെടും. നമ്മള് ഘിന എന്നുള്ളത് ശരിക്കും ധന്യത എന്നുള്ളത് ഉപയോഗിക്കാം. ലാ യുഗ്നി അതുകൊണ്ട് എന്തില്ല, ഒരു ഉപകാരമില്ല, അതുകൊണ്ട് അത് പര്യാപ്തമല്ല. നമ്മളെ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ. വലിയ തിന്നു കഴിഞ്ഞാല് തടിക്കൂല, എന്നാൽ വിശപ്പറ്റ ഒടുങ്ങൂല. ലാ യുഗ്നി മിൻ ജൂ, വിശപ്പിന് അത് പര്യാപ്തമല്ല, അത് യോജിക്കുന്നതല്ല. ലാ യുസ്മിൻ, അയാളുടെ പോഷണം സെമീനാക്കാൻ പാകത്തിൽ അത് പോഷണം നൽകുന്നതുമല്ല. എന്ത് വലിയ എന്ന് പറഞ്ഞ ഭക്ഷണം, നരകത്തിലെ ഭക്ഷണം, അതേ പ്രയോഗമാണ്. ലാ യുഗ്നി, ഇതെന്തെയ്യൂല, ഒരാൾക്ക് ഒരു ഉപകാരം ഉണ്ടാവും. എന്തിൽ നിന്ന്? മിനൽ ലഹബ്. ലഹബിൽ, ലഹബ് തീജ്വാലകളിൽ, ലഹബ് തീജ്വാല എന്നുള്ള അർത്ഥത്തിൽ പറയും. ഷിഹാബ് എന്നുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കും ലഹബ്. ഖുർആനിൽ നരകത്തിന്റെ മറ്റൊരു പേരായിട്ടാണ് ലഹബ് എന്നും ചില മുഫസ്സിറുകൾ എന്തെങ്കിലും പറഞ്ഞു. നരകത്തിന്റെ മറ്റു പേരുകൾ ലഹബ് ഉൾപ്പെടുന്ന, അതിൽ അബൂ ലഹബ് വേറല്ലേ, ഇത് ലഹബ്. ഓക്കെ, ലഹബ് എന്ന് ശരിക്കും തീജ്വാല അല്ലെ. അത് ഒരു തീപ്പൊരി എന്നുള്ള അർത്ഥത്തിലാണ് ശരിക്കും ആളുകൾ എന്ത് ചെയ്യും, അബു എന്നുള്ള കുണി ചേർക്കാറുണ്ടല്ലോ, നമ്മൾ പറയാറില്ല. അബു അർബഈ അല്ലെ, അബു സുറ എന്ന് പറഞ്ഞ അബു ലഹബ്, ആള് തീപ്പൊരിയാണ്, ആളൊരു തിജ്ജാണെന്ന് പറയുന്നത്. അതേപോലത്തെ ഒരു പ്രയോഗമായിരിക്കാം ഒരു പക്ഷെ അബൂ ലഹബ് എന്നുള്ള പ്രയോഗം. ഏതായാലും നരകത്തിന്റെ ആളായിട്ട് തന്നെയാണ് അള്ളാഹു ചെയ്തത് സൂറത്തുൽ ലഹബിലും വിശദീകരിച്ചു. അപ്പോൾ ഇവിടെ ലഹബ് എന്നോട് ഉദ്ദേശിച്ചത് അഗ്നി അല്ലെ, അഗ്നി, തീ കുണ്ടം അല്ലെങ്കിൽ തീജ്വാലകൾ. ആ തീജ്വാലകളിൽ നിന്ന് ഒരിക്കലും ഈ തണലേകുന്നവയല്ല ഇവരോട് റബ്ബ് പോവാൻ പറഞ്ഞ തണൽ. അത് റബ്ബ് അവർക്കുള്ള ശിക്ഷ ഒരുക്കി വെച്ചതിനെ റബ്ബ് പരിഹസിച്ചുകൊണ്ട് അവരെ ഓർമ്മിപ്പിക്കുക. വാക്കത്തുകൾ ക്ലിയർ അല്ലേ? നമ്മൾ വാക്കത്ത് മാത്രം പിന്നീട് വായിച്ചത്. ഒന്ന്, നിങ്ങൾ പോവുക എന്ന് പറഞ്ഞ നിങ്ങൾ ആരാണ്? അവരോട് ഈ ദീ എന്നുള്ളത് ഉള്ളത് എന്നുള്ള അർത്ഥം പറഞ്ഞു. ഇത് മുദക്കറാണ്. മുഅന്നസാണ് ഈ ശരിക്കും എന്താ ഉപയോഗിക്കാം? ഇതിന്റെ മുഅന്നസ് എന്തായിരിക്കും? ദീ, ദൂ എന്നുള്ളതിന് നമ്മൾ ദൂ ജമാൽ എന്നാണ്. പെണ്ണാണെങ്കിൽ എന്താ പറയാ? റാത്ത് അല്ലെ, റാത്തു ജമാലിൻ. നമ്മുടെ അടുത്തെന്ന് പറയല്ലേ റസൂലുള്ളാഹിന്റെ ഹദീസ്, തുൻകഹുൽ മർഅതു ലിഅർബഇ. ഒരു സ്ത്രീ 4 കാര്യത്തിന് വേണ്ടിയായിരിക്കും വിവാഹം ചെയ്യപ്പെടുക. ഒന്ന് ലിമാലിഹ വലി ഹസബിഹ വലി ജമാലിഹ വലി ദീനിഹ ഫൾഫർ ബിദാതി ദീൻ. ദീനുള്ളവളെ എന്ത് ചെയ്യണം? നീ പരിഗണിക്കണം എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. അതിന് പ്രാമുഖ്യം കൊടുത്തു. ദാത്ത് എന്നാണ്, ഉള്ളവൾ എന്നുള്ള അർത്ഥത്തിൽ. ദാത്ത് ജമഅ ദവാത്ത്. ഇവിടെ ദൂ, ദവി, ദൂ എന്നുള്ള നിലക്കൊക്കെ എന്ത് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോ മുഅന്നസ് ആയില്ലെങ്കിൽ ദാത്ത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുക. ഇവിടെ മുദക്കർ ആയതുകൊണ്ടാണ് നെല്ല് എന്നുള്ള പദം മുദക്കറാണ്. തണൽ, അത് ഒരുപാട് തണലുകൾ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ശരിക്കും തണലില്ലേ? പരലോകത്ത് തണലുണ്ടാവും, ഉണ്ടാവും. എന്തിന്റെ തണൽ? അള്ളാഹുവിന്റെ അർശിന്റെ തണലുണ്ടാവും. അള്ളാഹുവിന്റെ റസൂൽ അല്ലേ പറഞ്ഞു, അള്ളാഹിന്റെ തണലല്ലാതെ വേറൊരു തണലുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഇവിടെ റബ്ബ് പറഞ്ഞ തണൽ ഒരിക്കലും അവർക്ക് സുഖവും സൗകര്യവും നൽകുന്ന തണലല്ല. ആ തണല് ഒരു ലഹബിൽ നിന്നും അവർക്ക് എന്ത് ചെയ്യൂല, ഒരു സംരക്ഷണം നൽകുന്നതല്ല. ഒരു തണലും അതായി നിലനിൽക്കുകയുമില്ല. റബ്ബ് പറയണേ. എന്നിട്ടോ ഈ ലഹബ്, ഇനി നരകത്തിന്റെ ഭീകരത എന്താ പറയണത്? നരകമാണ് ശരിക്കും ലഹബ്. ആ തീജ്വാലകളെ, നരകത്തിലെ തീജ്വാല, എന്താണ് ഉയർന്നു പൊങ്ങുന്ന തീയിന്റെ രൂപം പറയണം. ഇന്നഹാ തർമി ബിശററി കൽ ഖസർ. ഇന്നഹാ തീർച്ചയായും അവൾ, അരഹ ലഹബ്,
കാരണം നരകം പലയിടത്തും മുഅന്നസായിട്ടാണ് ഉപയോഗിച്ചത്. അന്നാർ എന്നുള്ളത് നരകം മുഅന്നസായിട്ടാണ് പ്രയോഗം. ഇവിടെ ഇന്നഹ തീർച്ചയായും അവൾ, ചില പണ്ഡിതന്മാർ പറഞ്ഞ് ഈ അവൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് ആ ഒരു പുക, ആ പുക പടലങ്ങളിൽ നിന്ന് ഉയർന്ന തീ തന്നെ, ലഹബ്, തീജ്വാലകൾ. ആ തീജ്വാല തെർമി, അവൾ എറിയുന്നു. റമ എർമി, റമ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു. അതിന്റെ മുഖാരിയാണ് എർമി. ഇവിടെ തെർമി എന്ന് പറഞ്ഞാൽ ഹാ എന്നുള്ളതുകൊണ്ടാണ് റമ, റമ എർമി എന്നല്ല, റംജി, റംജി ഏറ്, അപ്പൊ റമ എന്ന് പറയുന്ന മുഖാരിയാണ് എർമി. ഇവിടെ തെർമി എന്നത് മുഅന്നസായതുകൊണ്ട് അല്ലെ, ഇലഹബ്. ഇന്നഹ തെർമി, അവൾ എറിയുന്നു. അവളിൽ നിന്ന് അതിങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കണം. തീജ്വാല എന്തിനെ? ബിശററിൻ, കനലുകൾ. ഷറർ എന്ന് പറഞ്ഞ ശരിക്കും ഉദ്ദേശം ഈ കനലുകൾക്കാണ് പറയാം അല്ലെ. ഷറർ, ഷറർ വേറെ, ഷറർ തന്നെയാണ് ആ കനല്. പക്ഷെ ഇവിടെ ഷറർ നമ്മൾ ഉറുദുവിൽ ഉപയോഗിക്കാറുണ്ട്. ഷറാർ ആണല്ലേ, ഷറാറാണ് നമ്മൾ ഉറുദുവിൽ ഉപയോഗിക്കാറുണ്ട്. ചില സ്ഥലത്തിന്റെ പേരിടാറ്. പണ്ട് നമ്മള് മലയാളത്തിലും അല്ലേ, എന്താണ് ഷറാന്തൻ, റാന്തൽ അല്ലെ, ഷറാന്തൽ ഷറാന്തൽ എന്നുള്ളതൊക്കെ ഉപയോഗിക്കാറ്. അത് അറബിയിലെ വേർഡാണ് ഷറർ. ഷറർ എന്ന് പറഞ്ഞാൽ തീക്കനൽ. ബിശററിൻ, എങ്ങനത്തെ തീക്കനൽ? കൽ ഖസർ, ഖസർ പോലെ. ഖസർ, ഖസർ കൊട്ടാരങ്ങൾ പോലെ, വലിയ മണിമന്ദിരങ്ങൾക്കാണ് ഖസർ നല്ല കൊട്ടാരം. അതായത് ഇതിന്റെ തീജ്വാലകൾ പോലും ഒരു വലിയ കൊട്ടാരങ്ങളെ പോലെ, ഗോപുരങ്ങൾ പോലെയാണ് അതിന്റെ വലിപ്പം തന്നെ. അപ്പൊ നരകം എത്ര ഭീകരമാണ് അല്ലെ. അത് അതിന്റെ ഒരു നരകത്തിന്റെ റബ്ബ് അങ്ങനെയാണ് ചെയ്തത്, സൃഷ്ടിച്ചത് എന്നുള്ളത് അനുഭവിപ്പിക്കാൻ. ഇന്നഹാ തെർമി ബിശറർ, അതിങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന തീപ്പൊരി ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കൂലേ, അതാണ് തെർമി എന്നുള്ളത്. ആ തീപ്പൊരി പാറിക്കൊണ്ടിരിക്കുന്നത് ഏതുപോലെ? ഖസറുകൾ പോലെ. ഖസർ കൊട്ടാരം, ഖസർ ജംഉ ഖുസൂർ, ഖസറിന്റെ ജംഉ ഖുസൂർ. കൊട്ടാരം കണക്കെ എന്താണ് തെറിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ഷററുകളും അല്ലേ. ആ കൊട്ടാരം കണക്കെ എന്ന് പറഞ്ഞിട്ട് റബ്ബ് അതിനൊരു രൂപം പറഞ്ഞത് എങ്ങനെയാണ്? അത് തീപ്പൊരി ഇങ്ങനെ പറഞ്ഞ നല്ല തിളക്കുള്ള ഷൈനിങ് ഉള്ള സംഗതികളാണ് ഉണ്ടാവുക. ഇതിന് റബ്ബ് കൊടുത്ത അതിന്റെ ഒരു ജമാലിയത്തുണ്ട്, അതിന്റെ ഒരു വിശേഷണം ഉണ്ട്. അത് നോക്കി, കഅന്നഹു ജിമാലത്തുൻ സുഫർ, ഏതുപോലെ? മഞ്ഞ ഒട്ടകക്കൂട്ടം പോലെ. ജിമാലത്ത് എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങൾ. ഭൂരിഭാഗം മുഫസ്സിറുകളും ഇതിന് ഒട്ടകങ്ങൾ, ചില മുഫസ്സിറുകൾ അതിന് വേറെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തഫ്സീറിന് വായിക്കാം. ഇവിടെ വാക്കത്തെ മനസ്സിലാക്കേണ്ടത് ജിമാലത്ത്, ജമലില്ലേ, ജമൽ, ക്യാമൽ അല്ലെ, ഗമൽ, ഗമൽ അതാണ് ലാസ്റ്റ് ക്യാമൽ ആയത്. ജീമിനെ ചില അറബികളെ ഗ എന്നുള്ള നിലക്കാണ് ഉച്ചരിക്കുക. ഗാമ്യ, ഗാമ്യ, ഗാമ്യ എന്ന് പറയുന്നത്, ജാമ്യ, ജാമ്യ എന്നുള്ളത്. അതേപോലെ ഗമൽ അതാണ് ക്യാമൽ. ഇവിടെ ജിമാൽ, ജിമാലത്ത്, ജിമാലത്ത് പറഞ്ഞ ഒട്ടകങ്ങൾ. സുഫർ, അസ്ഫർ എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറുള്ള അസ്ഫർ അല്ലെ. സുഫർ എന്ന് പറഞ്ഞാൽ ഇത് ജംആയതുകൊണ്ടാണ് സുഫർ അല്ല, മഞ്ഞ കളറുകളിലുള്ള എന്താണ് ഒട്ടകങ്ങൾ ചാടി, അതായത് ഒരു കൂട്ടം ഒട്ടകങ്ങൾ ചാടി തെറിക്കുന്നത് പോലെ ഇതിന്റെ ശറതുകള് നരകത്തിൽ നിന്ന് പാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നരകം ഭയങ്കരമാണ്. അതിനൊരു പൂർണ്ണത നോക്കി ഇതൊക്കെ നിഷേധിക്കുന്നവർക്ക് റബ്ബ് ഒരുക്കിയതാണ്. വൈലുൽ യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, അത് മുകദ്ദിബീങ്ങൾക്ക് ഈ ആഴ്ച ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഇടയിൽ ഈ പദം ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്വാധീനം നോക്കി നിങ്ങൾ ഓതിക്കാൻ. വൈലുൽ യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, അന്ന് മുകദ്ദിബീങ്ങൾക്ക് നാശമാണ്, അന്ന് മുകദ്ദിബീങ്ങൾക്ക് നാശമാണ്. മുകദ്ദിബീങ്ങൾ എന്ന് പഠിച്ചവരുടെ കാത്തിരക്ഷിക്കട്ടെ. വാക്കത്തെ ക്ലിയർ അല്ലേ? അതുകൊണ്ട് ഇൻതലിഖൂ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ, ഇൻതലിഖൂ ഇലാ ദില്ലിൻ ദി തലാത്തി ശുഅബ് ലാ വലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ് ഇന്നഹാ തർമി ബിശററിൻ കൽ ഖസർ കഅന്നഹു ജിമാലത്തുൻ സുഫർ വൈലുൻ യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. വാക്കത്തിന്റെ ആളാണെന്ന് വിചാരിക്കുന്നു അല്ലേ. ഇനി തഫ്സീറിലേക്ക് പോവാം. പോലെ ഇവിടെ റബ്ബ് നമ്മളില്ല ഇവിടെ ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച നിർത്തി ഫുറാത്ത വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. ഇന്നിപ്പോ ഇവിടെ മുതൽ തുടങ്ങാം. ഇൻതലിഖൂ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ. ഇൻതലിഖൂ, ഇൻതലിഖൂ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അവിടെ ഒരിക്കലും ഇതിന്റെ അർത്ഥത്തിൽ കൊടുത്തിട്ടില്ല. ഇവിടെ ആ പാരായണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഇത് ഈ തലാത്തി ശുഅബിൻ എന്നാണ് തെൻവീൻ കൊണ്ടാണ് വഖഫ് ചെയ്തത്. ഇവിടെ തെൻവീൻ കൊണ്ടാണ് പൂർത്തീകരണം കാണുക. പക്ഷെ നിർത്തുമ്പോൾ ശുഅബ് എന്നിട്ട് ഇവിടെ ലഹബി അല്ലേ. ഇവിടെ തെൻവീൻ ഉണ്ട്, ഇവിടെ തെൻവീൻ ഇല്ല. ഇവിടെ തെൻവീൻ അലിഫ്ലാം ഒന്നുകൊണ്ടാണ് തെൻവീൻ പോയത്. ഇവിടെ തെൻവീൻ അടയാളം കൊടുത്തത് ചേർത്ത് ഓതുകയാണെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യണം? അല്ല അതുകൊണ്ടാണ് ഈ ലാമിൽ ഫസ്റ്റ് തന്നെ ശ്രദ്ധ വന്നത്. ഒരിക്കലും
സ്റ്റാർട്ടിങ്ങിൽ ശ്രദ്ധ ഇട്ട് ഉച്ചരിക്കണം? ഇല്ല. ഇവിടെ വഖഫ് ചെയ്ത് കഴിഞ്ഞു. ഒരാള് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്തു. എന്നിട്ട് പിന്നെ അവിടെ ശ്രദ്ധ കൊടുക്കരുത്. ഈ ശ്രദ്ധ ശരിക്കും വന്നിട്ട് എന്തിനാണ്? ചേർത്ത് ഓതുന്ന ഒരാൾക്ക് എളുപ്പത്തിന് വേണ്ടിയാണ്. ഖുർആന്റെ ഓരോ അടയാളങ്ങളും ചേർത്ത് ഓതാനുള്ളതാണ്. ഇന്നഹാ തർമി ബിശററിൻ കൽ ഖസ്ർ. ശററിൻ എന്നുള്ളോർത്ത് വേറെ കളറോർത്ത് അതിലേക്ക് അവിടെ ചേർക്കാം. ശററിൻ കൽ ഖ കൽ ഖ തൻ മറ്റേത് കാഫാണ്, മറ്റേത് ഖ ഖ അല്ലേ. കഅന്നഹു ജിമാലത്തുൻ സുഫർ സുഫർ സുഫർ. ഫാഇന് ദമ്മ പോകും, ഫാഇന് സുക്കൂനാണ്. സുഫർ. വൈലുൻ യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. അതവിടെ ഒന്ന് സൂചിപ്പിക്കുന്നുള്ളൂ. ഇനി നോക്കി, യഖൂലു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു മുഖാതിബൻ ലിൽ കുഫാർ. ആരോടാണ് അഭിസംബോധന? ഉന്തലിഖു, നിങ്ങൾ എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പോവുക എന്നത് ഈ കുഫാറുകളോടാണ്. അൽ മുകദ്ദിബീൻ, അവരാരാണ്? അവര് സത്യനിഷേധികളാണ്, വ്യാജമാക്കി കളഞ്ഞവർ. എന്തിനാ? ബിൽ മആദ്, ഇനി ഒരു പുനരുദ്ധാരണ ജീവിതം ഇല്ല എന്ന് നിഷേധിച്ചവർ, അതിനെ നിഷേധിച്ച ഇല്ല എന്ന് പറഞ്ഞവരാണ്. ഞങ്ങൾ മരിക്കുക, മരിച്ച് മണ്ണായി ഒക്കെ കഴിഞ്ഞത് ഞങ്ങൾ ഏൽപ്പിക്കപ്പെടേ എന്ന് ചോദിച്ചു. മാത്രമല്ല അവർ പറയുന്നത്, ഇനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഞങ്ങളെ കാരണവന്മാരോടെ അവരെ കൂടെ അവരൊന്നുമില്ലല്ലോ, ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞത് പിന്നെ പരിഹസിച്ചു. മുഖദ്ദിബീൻ, ഇതിനെ മുഴുവൻ തക്ദീബ് ചെയ്തവരാണ്. അല്ലേ, ഇനി ഒരു പാരത്രിക ജീവിതമല്ല, ഒരു പ്രതിഫലം പറ്റുന്ന അല്ലെ ജസാ ഉള്ള ജീവിതമല്ല, ജന്നത്തു വന്നാർ, അതൊന്നും വരാൻ പോണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ ആളുകൾ. അന്നഹും യുഖാലു ലഹും യൗമുൽ ഖിയാമ, തീർച്ചയായും അവരോട് പറയപ്പെടും, ഇൻതലിഖു ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബു. നിങ്ങളിപ്പോൾ നിഷേധിക്കുന്നുണ്ടല്ലോ, ആ നിഷേധത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തോ? പോയിക്കൊണ്ടിരുന്നോ? അല്ലെ, ആ വാർത്തയിലേക്ക് നിങ്ങൾ പോ. ഇൻതലിഖു ഇലാ ദില്ലി ബി സലാസി ശുഅബ്, നാളെ 3 ലെയറുകളുള്ള 3 ബ്രാഞ്ചസുകളുള്ള തണലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും? മാറി നിൽക്കും, നിങ്ങൾ അങ്ങോട്ട് കടന്നു പോകും. യഅനി ലഹബൻ നാരി ഇദാ ഇർതഫഅ വസഇദ മഅഹു ദുഖാനൻ. പാളി പാളി നരകത്തിന്റെ എക്സ്പ്ലോഷൻ കുറെ കാണാം. അത് രാത്രി രക്ഷിക്കട്ടല്ലേ, പല സ്ഥലത്തും ബോംബിടുന്നുണ്ട്, ഇങ്ങനെ പൊന്തി പാളികളായിട്ടാ പോണത്. അപ്പൊ അത് നരകത്തിന്റെ ഒരു ഭീകരത പറയാനും കൂടിയാണ്. ഈ 3 പാളികൾ എന്ന് പറയുമ്പോൾ ഈ പുക ഇങ്ങനെ പടലങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് പറയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ബ്രാഞ്ചസ് ആണ്. അത് അല്ലേ, അതാണ് ഇതാ അതിങ്ങനെ ഉയർന്നു പോകുന്നിടത്തോളം ഓരോരോ ലെയർ ബ്രാഞ്ചുകളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനെ കാണാനാണ്. അതിന്റെ തീവ്രത കാരണം, അതിന്റെ ശക്തി കാരണം അതിന് 3 ബ്രാഞ്ചസുകളായിട്ട് തോന്നുന്നതാണ്. ദുഹാൻ, പുക. വേറെ സുഹൃത്തിന്റെ പേര് തന്നെയാണ് ദുഹാൻ. അത് ഇതല്ല, ആ ദുഹാന് വേറെ സംഭവമായി നമ്മളതന്ന് വിശദീകരിച്ചതല്ലേ. അതായത് നരകത്തിന്റെ മറ്റൊരു പേരായിട്ടില്ല. നരകത്തില് അവർ പരലോകത്ത് കാണാൻ പോകുന്ന യൗമുൽ ഖിയാമനെ സൂചിപ്പിച്ചിട്ടാണ് എന്നാലും ചില മുഫസ്സിറുകൾ പറഞ്ഞത്. ദുഹാൻ, പുക എന്നർത്ഥം. ഇവിടെ എന്നാൽ ആ തണലിലേക്ക് മാറിക്കപ്പോൾ ആ തണലോട് വല്ല ഗുണമുണ്ടോ? ഇല്ല. അതെന്തല്ല, അതവർക്ക് തണലേ പോലെ. ഈ ജ്വാലയിൽ നിന്ന് അവർക്കൊരു ഉപകാരവും അതുകൊണ്ടുണ്ടാവും. ആ ഒരു പുകയുടെ തണൽ അതാണ്. അൽ മുഖാബിലുലില്ല, തീജ്വാലന്റെ ഓപ്പോസിറ്റ് ആണിത്. ഇവിടെ പുക. അത് അതിനെന്നെ ഒരിക്കലും എന്തല്ല, അതിനെന്നെ ഒരു നിഴലില്ല. എന്നാൽ ഈ തീജ്വാലയിൽ നിന്ന് അതിന്റെ സംരക്ഷണം ഏകാൻ പാകത്തിൽ ഒരു കുളിരും നൽകുന്നതല്ല. തീജ്വാലയുടെ ചൂടിൽ നിന്ന് ഒരിക്കലും അത് അവർക്ക് ഒരു വിഖായത്ത് വാക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിക്കുക, സംരക്ഷിക്കുക എന്നാണ്. അതാണ് യഖീഹും, അവരെ അതിന്റെ ഇവര സംരക്ഷിക്കൂല. ഇബ്നു കസീർ തഫ്സീർ നമ്മളെ വായിച്ചിട്ടാണ്. അപ്പൊ ആ ഭാഗം ക്ലിയർ അല്ലേ? തഫ്സീർ വായിച്ചോടുകൂടി ഇനി ആയത്ത് തലയിൽ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കും. അടുത്തത് വഖൗലുഹു ഇന്നഹാ തർമി ബിശററിൻ കൽ ഖസ്ർ, അതിന്റെ ശററുകൾ ഖസ്ർ പോലെ എറിയുന്ന, അഥവാ ഗോപുരങ്ങൾ കണക്കെ അല്ലെങ്കിൽ വലിയ കൊട്ടാരങ്ങൾ കണക്കെ അതിന്റെ ശററുകളെ, അതിന്റെ തീപ്പൊരികൾ അത് ചെയ്യുന്നു, എറിഞ്ഞുകൊണ്ടിരിക്കുന്നു നരകം. അത് കെസർ, അത് സീനുമാണ് അല്ലേ? കെസർ പച്ചത് എന്ന് പറയുന്നത് മുറിച്ചത്, പൊട്ടിച്ചത് എന്നുള്ളത്. ഇത് കസർ. ഇത് ആ കസർ ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ ചോദിച്ചു ജമ്മു കസറും, ജമ്മു കസറിന്റെ കസർ ഇതാണ്. പക്ഷെ എഴുതുമ്പോൾ അങ്ങനെ അതിന് അർത്ഥം മാറും. കസറ, കസറ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആക്കിയത്.
അത് തന്നെയാണ്. പക്ഷെ വാക്കത്തും വ്യത്യാസം സന്ദർഭത്തൊന്നും മാറും. ഒരു അറബിയിലെ ഒരു വാചകം ചിലപ്പോൾ എന്ത് ചെയ്യണം വേറെ കുറെ അർത്ഥം. ജമൽ എന്നുള്ളതിന് തന്നെ ജമലല്ല, ഒട്ടകത്തിന് തന്നെ 400ഓളം കെലിമകൾ അറബിയിലുണ്ട്. എസ്കീമോ അല്ലേ, എസ്കീമോ 300 ചില്ലാനം കെലിമത്ത് ആയിട്ട് എസ്കീമോന്റെ വേർഡിനെ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ഇവിടെ കസർ, കസർ കസർ എഴുതുമ്പോ കസർ ഇങ്ങനെ തന്നെയാണ്. വേറൊരു കസർ, കസർ 10 അത് ക്യാഫ് സീന് റ. ഓക്കെ, അപ്പോ ഇത് കസർ കൊട്ടാരം, കുസൂർ കൊട്ടാരങ്ങൾ എന്നാണ് പറയാറുണ്ട് അല്ലെ. ഈ കൊട്ടാരങ്ങൾ പോലെ ആയിരിക്കും, അത് വലിയ വലിയ ബിൽഡിങ്ങുകൾ ചാടുന്ന പോലെയാണ് നരകത്തിന്റെ തീപ്പൊരി ചാടുന്നത് എന്നാണ് പറഞ്ഞത്. ഈ പദം നമുക്കറിയാം, പറക്കൻ അല്ലെ, ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും. ഷററുകൾ തീജ്വാലയുടെ കൽ കസർ. ഇനി കസർ എന്നുള്ളതിന് ചില മുഫസ്സിരികളാക്കും. ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അഭിപ്രായ പ്രകാരം കൽ ഹുസൂർ, കോട്ടകൾ പോലെ. ഹിസ്നിന് കോട്ടകൾ പോലെ. നമ്മൾ ഈ പറഞ്ഞ കൊട്ടാരത്തിന്റെ ആ ഒരു സാമ്യതയാണ് പറഞ്ഞത്. എന്നാൽ ഇബ്നു അബ്ബാസും ഇമാം ഖത്താരിയും ഇമാം മുജാഹിദും ഒക്കെ ഇമാം മാലിക് ഒക്കെ പറയുന്നത് റഹിമഹുല്ലാഹ്, സയ്യിദ് ഇബ്നു അസ്ലം ഇവരുടെ റിവായത്ത് അനുസരിച്ച് യാനി ഉസൂലു ഷജർ, അത് ഏതുപോലെയാണ്, അതൊരു മരത്തിന്റെ കാണ്ഡം പോലെ. മരക്കഷ്ണങ്ങൾ, മരത്തിന്റെ കാണ്ഡം എന്നല്ല ഇതിന് പറയാം, അത് ഇങ്ങനെ പീസ് പീസാക്കിയിട്ട് ഇങ്ങനെ എറിയുന്നത് പോലെ എന്നാണ് എന്ത് ചെയ്തത് കസറിന് അവർ അർത്ഥം പറഞ്ഞത്. എന്നാൽ ആ ഒരു അഭിപ്രായം കാണാം. യഥാർത്ഥത്തിൽ ഭൂരിഭാഗം മുഫസ്സിറുകൾ ആരുടെ ഇബ്നു മസ്ഊദ് അഭിപ്രായമാണ് അവിടെ സ്വീകാര്യമെന്ന് പറഞ്ഞത്. ഇമാം ഖുർത്തുബി ഒക്കെ പറഞ്ഞത് കാണാം അവിടെ കണ്ടത്. അതുകൊണ്ടാണ് നമ്മളെ ഈ അർത്ഥം പറഞ്ഞത് എന്താണ്, കൊട്ടാരങ്ങൾ പോലെ, കൊട്ടാരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അതിന്റെ തീജ്വാലകൾ അത് എറിഞ്ഞു കളയുന്നു. ഇനി അതിന് ഒരു വിശേഷണം അവർ കൊടുത്തു, ഏതുപോലെ ഏതുപോലെ ജിമാലത്തും സുഫർ അല്ലെ. എന്തിനാണ് പലപ്പോഴും അവ ഉപമകൾ കൊടുക്കുന്നത്, അതിനൊന്നും കൂടി വ്യക്തമാക്കണം. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഉപമകളൊക്കെയാണ്. കന്ന എന്നുള്ള പ്രയോഗങ്ങളൊക്കെ പോലെ എന്നുള്ളതിലേക്ക് സൂചിപ്പിക്കുന്ന ചില ആഘാത്തുകളാണ്. നമ്മുടെ എക്സാമ്പിൾസ് പറയുമ്പോൾ ലൈക്ക്, ഇറ്റ്സ് ലൈക്ക് എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഖുർആനിലെ ചില കാര്യത്തിന് അള്ളാഹ് കൊടുത്തത് ആ ഒരു കാര്യത്തിന് കുറച്ചും കൂടി വ്യക്തത കൊടുക്കുക. കാരണം ഇതൊരു ഭയങ്കരമായ സംഭവമാണ്. നരകം എന്ന് പറയുന്നത് ചില്ലറല്ല, നരകം അതിഭയാനകരമാണ്. അവിടെ റസൂൽ പറയുന്നത് നിങ്ങൾ നരകത്തിൽ നിന്ന് കാവലിനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. നമ്മൾ സ്കാറ്റുക തന്നെയല്ലേ 5 നേരം റബ്ബിനോട് പറഞ്ഞത് വഅഊദു ബിക മിൻ അദാബിൽ ഖബർ മിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഇവിടെ ഈ നരകം ഭീകരമാണ് എന്ന് സൂചിപ്പിക്കാനും കൂടിയാണ്. അതിനൊരു വിശേഷണം കൂടി അള്ളാഹ് കൊടുത്തു. ഏതുപോലെ ജിമാലത്തുൻ സുഫർ ഐ കൽ ഇബ്ലിസൂദ്. ഇബ്ലിസൂദ് എന്ന് പറഞ്ഞാൽ നാടൻ ഒട്ടകങ്ങൾ പോലെ, നാടൻ ഒട്ടകങ്ങൾ പോലെ. കറുത്ത കരിയൊട്ടകം എന്ന് പറഞ്ഞ അവിടെ ഉദ്ദേശം നാടൻ ഒട്ടകങ്ങളാണ് അവിടെ അവർ പലപ്പോഴും പറയാനുള്ളത്. അസ്വൂദ് എന്നുള്ളത് അസ്വദിന്റെ ജമ്മായിട്ടാണ് അവിടെ ഉപയോഗിക്കാറുള്ളത്. മുജാഹിദ്, ഇമാം മുജാഹിദിന്റെ അഭിപ്രായം അനുസരിച്ചാണ് ഒട്ടകങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ. ഹസനുൽ ബസരിയും ഇമാം ഖത്താദയും ഇമാം ലഹാഖൊക്കെ ആ ഒരു അഭിപ്രായമാണ് സ്വീകരിച്ചതെന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ എടുത്തു കൊടുത്തത്. ഇബ്നു ജരീർ ഖബരി ആ ഒരു അഭിപ്രായത്തെയാണ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് നമ്മളും വലിയ അതുപോലെ തന്നെ നമ്മുടെ ഭൂരിഭാഗം അറിയുന്ന തഫ്സീറുകളിലൊക്കെ അതിന് അർത്ഥം പറഞ്ഞത് എന്താണ്, മഞ്ഞ ഒട്ടകങ്ങൾ പോലെ, നാടൻ ഒട്ടകങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ. മഞ്ഞ കളർ ഉദ്ദേശിച്ചല്ലേ, ഈ ശരിക്കും മഞ്ഞ കളറിൽ ഒട്ടകം ചോദിച്ചൊരു ടീമില്ലേ, ഒട്ടകല്ല പശുവിനെ ഇസ്രായേലിയരോട് മൂസാ നബി അറക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഏത് കളറുള്ള ബക്രത്തിനെ ഞങ്ങൾ അറക്കേണ്ടത്? അപ്പൊ ബക്രത്തുൻ സഫ്റാ ഫാഖിഉ ലൗനുഹാ തുസുറുൻ നാദിർ. ആ ജോലി കുടുങ്ങിയതുകൊണ്ട്, കാരണം പിന്നെ അതും തന്നെ നടക്കേണ്ടി വന്നിരുന്ന ചോദിച്ചപ്പോൾ കൂടെ വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നുള്ള കുഴപ്പമില്ല. ഇവിടെ അവള് ഉപയോഗിച്ച ഒരു വാക്ക് സുഫർ, നാടൻ ഒട്ടകങ്ങൾ ഇങ്ങനെ ചാടി മറിയുന്നത് പോലെ അല്ലെ. നമ്മള് നാടൻ ഒട്ടകങ്ങൾ, നമ്മള് കാട്ട് കഴുത, നാടൻ കഴുത എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ജമാൽ ഇബ്ലിസൂദിനെ വിശദീകരിക്കാറുള്ളത്. അപ്പൊ ഏതായാലും ഒട്ടകങ്ങളാണ്. എന്നാൽ അത് ഒട്ടകങ്ങളല്ല, ജിമാലത്തും സുഫറും ഒട്ടകല്ല, അത് കപ്പലുകളാണ് എന്ന് ചെയ്തു ചില മുഫസ്സിറുകളുടെ അഭിപ്രായം പറഞ്ഞു. അതൊരു വലിയൊരു സംഭവം. ഇതിന്റെ തീപ്പൊരി എന്ന് പറഞ്ഞാൽ അത് ചെറിയ പൊരിയൊന്നുമില്ല, വലിയൊരു നോക്കിയാൽ ഒന്നും കാണാൻ പറ്റുന്ന പാകത്തിൽ അതിഭീകരമായ ഒരു രൂപമാണ് എന്ന് പറയാൻ അള്ളാഹ് അവിടെ ഒരു ഒട്ടകത്തിൽ. കാരണം ഇവർക്ക് കണ്ടാൽ ഏറ്റവും വലിയ മൃഗമായിട്ട് ഇവർ കണ്ടിരുന്നത് ഇതിനായിരുന്നു, ഒട്ടകങ്ങളെയാണ്. പിന്നെ ഇവിടെ കണ്ടിൽ തെളിഞ്ഞിരുന്ന മറ്റു വലിയ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കപ്പലുകളാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പോലെ, ഇമാം മുജാഹിദിനെ പോലെ, സഈദ് ഇബ്നു ജുബൈറിന്റെ ഡെസിഗ്നേഷൻ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിരുന്നു. സയ്യിദു താബിഈൻ, താബിഈങ്ങളുടെ നേതാവ് എന്നുള്ളത് എനിക്ക് അറിയപ്പെട്ടതാണ് സയ്യിദ് ഇബ്നു ജുബൈർ. ഇവരുടെ അഭിപ്രായം കണക്കിന് ജിമാലത്തും സുഫർ എന്ന് പറഞ്ഞാൽ ഹിബാലു സുഫർ, ഈ വലിയ വലിയ കപ്പലുകളിൽ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കയർ, നങ്കൂരിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കയറുകളുണ്ടല്ലോ, ആ കയറുകൾക്കാണ് എത്ര എന്ത് ചെയ്യാ
ഇവിടെ സുഫൻ തന്നെ സഫീനത്തും ജമാണ് സുഫൻ, ഷിപ്പ്. ആ ഷിപ്പുകളിലെ ഹിബാലുകളാണ് എന്ന് ഈ പറഞ്ഞതിന്റെ പോലെ ഏത് ജിമാലത്തും സുഫർ എന്നൊരു അഭിപ്രായം. ഇബ്നു അബ്ബാസിന്റെ അഭിപ്രായം പ്രകാരം വേറൊരു അഭിപ്രായം കൂടി കൊടുത്തു ഇബ്നു അബ്ബാസിന്. ചെമ്പിന്റെ കഷ്ണങ്ങൾ, ചെമ്പിൻ കഷ്ണം, ചെമ്പിൻ കഷ്ണങ്ങൾ തെറിച്ചു പോകുമ്പോൾ അതിലൊരു തിളക്കുണ്ടാവും എന്നുള്ള നിലക്കായിരിക്കാം. നുഹാസ് എന്ന് പറഞ്ഞാൽ ചെമ്പ്, ചെമ്പിൻ കഷ്ണങ്ങൾ തെറിച്ചു മറിയുന്നത് പോലെയാണ് എന്ത് ജിമാലത്തും സുഫർ എന്നതുകൊണ്ട് ഉദ്ദേശമെന്നാണ് ആരുടെ അഭിപ്രായം? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അഭിപ്രായം പറഞ്ഞത് എന്നാണ്. ബുഖാരി, ഇമാം ബുഖാരിയുടെ ഒരു ഹദീസ് എടുത്തു കൊടുക്കാൻ ഇമാം ബുഖാരി എടുത്തു കൊണ്ടുവന്ന ഒരു ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ആബിസ് എന്ന് പറഞ്ഞ താബി പറയാൻ ഇന്നഹാ തർമി ബിശററിൻ കൽ ഖസർ എന്നുള്ള ആയത്തിനെ വിശദീകരിക്കാൻ ഇബ്നു മസ്ഊദ് قال كنا نعمد الى الخشبه ثلاثه اضرع وفوق ذلك فنرفعه للشتاء فنسميه القصر. ഞങ്ങൾ അറബികള് പലപ്പോഴും ഞങ്ങൾ ഖസർ എന്ന് ഉപയോഗിച്ചിരുന്ന ഒരു സംഗതി, അതായത് ഈ തണുപ്പ് കാലം വരുന്ന സമയത്ത് ഞങ്ങൾ പലപ്പോഴും ഇവര് എന്ത് ചെയ്യാറുണ്ട്, ചില മരക്കഷ്ണങ്ങൾ, തടിക്കഷ്ണം ഉണ്ടാകും, ഖശബത്ത് എന്ന് പറഞ്ഞാൽ അതിനെ 3 കഷ്ണങ്ങളാക്കിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഇങ്ങനെ കെട്ടി വെക്കാറുണ്ടായിരുന്നു. ആ കഷ്ണങ്ങൾക്ക് ഞങ്ങൾ പലപ്പോഴും പേര് വിളിച്ചിരുന്നത് ഖസർ എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ മുമ്പ് നമ്മൾ അർത്ഥം പറഞ്ഞപ്പോ മരത്തിന്റെ കഷ്ണം എന്ന് പറഞ്ഞില്ലേ, കൽ ഖസർ എന്നുള്ളതിന് ഇവിടെ എന്താണ് യാനി ഉസൂലു മരത്തിന്റെ കാണ്ഡം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഒരു തടിപ്പീസുകൾ അല്ലെ, ആ തടിപ്പീസുകൾക്ക് നമ്മൾ ഖസർ എന്ന് പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ആയത്തിൽ ചിലപ്പോൾ അതായത് നരകത്തിന്റെ തീജ്വാലയെ പലപ്പോഴും ഒരു വലിയ ഭീകരമായ കാര്യത്തിലേക്കായിരുന്നു അവരെന്തിനെ തട്ടിച്ച് മനസ്സിലാക്കിയിരുന്നത്. മാത്രമല്ല ഇവര് പറയാറുണ്ട് ഹിബാലു സുഫൽ, ഈ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന കയറുകൾ, കപ്പലുകൾ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കയറുകൾ, അതൊക്കെ ഖസർ എന്നുള്ള നിരക്കാണ്. അതായത് ഏതായാലും നരകം അതിഭീകരമാണ്. അതിന്റെ തീപ്പുരൻ അങ്ങനെയാണെങ്കിൽ തീയോ അല്ലെ, തീപ്പുരൻ അങ്ങനെയാണെങ്കിൽ തീ അതിലും ഭയാനകരമാണ്. അള്ളാഹു അന്ന് മുഖദ്ദിബീങ്ങൾക്ക് നാശമാണ്. ആ വാക്കത്തുകളൊക്കെ അവിടെ വിശദീകരണം കഴിഞ്ഞു. നമുക്ക് പുതിയത് വായിക്കല്ലേ, ഓതിയൊക്കെ വർക്കൊക്കെ ഒന്നുകൂടി കളയാം അല്ലെ. വൈലുൻ യൗമഇദിൽ ലിൽമുകദ്ദിബീൻ ഹാദാ യൗമു ലാ യൻതിഖൂൻ ഹാദാ യൗമു ലാ യൻതിഖൂൻ ولا يؤذن لهم فيعتذرون ولا يؤذن لهم فيعتذرون ويل يومئذ للمكذبين هذا يوم الفصل جمعناكم والأولين هذا يوم الفصل جمعناكم والأولين ഇവിടെ സിലയാണ്, വസിലാണ് അഭികാമ്യം അല്ലേ. വസിൽ ചേർത്തോതലാണ് ഏറ്റവും നല്ലത്. ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് കൊടുക്കാം, ചേർത്തോതലാണ് അവിടെ ഏറ്റവും നല്ലത് എന്നാണ്. هذا يوم الفصل جمعناكم والأولين فإن كان لكم كيد فكيدون فإن كان لكم كيد فكيدون ويل يومئذ للمكذبين ഇതിന്റെ ഭാഗത്ത് നോക്കുക. അന്നേ ദിവസം സത്യനിഷേധികൾക്ക് മുഖദ്ദിബീങ്ങൾക്ക് നാശമാണ്, വ്യാജമാക്കി കളഞ്ഞവർക്ക് നാശമാണ്. ഇന്നത്തെ ആ ദിവസത്തിന് ഈ ഒരു ഡേ, ദിസ് ഡേ, ഹാദയൗം ഇന്നത്തെ ഈ ദിവസം ലാ യൻതിഖൂൻ അവർ സംസാരിക്കുകയില്ല. നഫഖ എന്ന വാക്കിന്റെ അർത്ഥം
സംസാരിച്ചു. യന്തിഖു എന്നുള്ളത് അതിന്റെ മുവാരി നതഖ നുത്ഖ് എന്ന് പറയും നമ്മളല്ലേ. നതഖ നതഖ യന്തിഖു. ഇന്നേ ദിവസം അവർ എന്ത് ചെയ്യൂല, സംസാരിക്കൂല. ഇന്ന് വർത്തമാനമില്ല, ഇന്ന് വർത്തമാനമില്ല. വർത്തമാനം ഉണ്ടാകില്ല. നമ്മുടെ ശരീരങ്ങളിലെ ചർമ്മങ്ങൾക്കും കൈകാലുകൾക്കും ഒക്കെ അല്ലെ ഒക്കെയാടുന്നാണ് വേറെ സുഹൃത്തുക്കളെ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. അതേപോലെ വേറെ ചില സുഹൃത്തുക്കൾ അള്ളാഹു ഞങ്ങളെ കൊണ്ട് എന്താണ് സംസാരിപ്പിച്ചതാണ്. നമ്മളെ അള്ളാഹു സംസാരിപ്പിക്കുക. ഇന്ന് നമുക്ക് സംസാരിക്കില്ല, സംസാരം മുഴുവൻ നമ്മൾ മറ്റ് അവയവങ്ങളായി. ഇവിടെ റബ്ബ് പറയുന്നത് ഇന്ന് അവർ സംസാരിക്കുകയില്ല. അവർക്കൊരു ഇതിനുമില്ല. അനുവാദം അല്ലെ, ഒരു അനുവാദവും ഞാൻ എന്ത് ചെയ്യുന്നില്ല, അവർക്ക് നൽകൂല. ഒരു ഇതിനുമില്ല. മുഅദ്ദിൻ എന്ന ശരിക്കും വിളിച്ചു പറയുന്ന ആളാണ്. ഇവിടെ മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ അനുവാദം കൊടുക്കുന്ന ആളാണ്. അവിടെ അനുവാദം കൊടുക്കുന്ന ആൾ റബ്ബാണ്. പക്ഷെ യൂദൻ എന്ന് പറഞ്ഞാൽ അനുവാദം നൽകപ്പെടുക എന്നുള്ള അർത്ഥം. അതിന് മജ്ഹൂലാണ് യുദനു. അവർക്ക് അനുവാദം നൽകപ്പെടുകയില്ല. ലഹും ആര ലഹും മുകദ്ദിബീൻ. ഈ മുകദ്ദിബീങ്ങൾക്ക് അനുവാദമില്ല. എന്തിന് ആ ഒരു അനുവാദം കിട്ടി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഇത്തിദാറുകൾ പറയാം, അവരുടെ അവലാദികൾ, അവരുടെ പരിഭവങ്ങൾ, അവരുടെ പ്രയാസങ്ങളൊക്കെ പറയാം, ഒഴിവ് കഴിവുകൾ പറയാം. എന്നിട്ട് അവർ ഒഴിവ് കഴിവ് പറയോ? ഇല്ല. ഇന്ന് അവർക്ക് ഒന്നിനും അനുവാദമില്ല. അവർക്ക് ഒഴിവ് കഴിവ് പറയാൻ പാകത്തിലുള്ള അനുവാദങ്ങളൊന്നും ഇന്നില്ല. ഇന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. ചെയ്യാനുള്ളതൊക്കെ ദുനിയാവ് ചെയ്യണം. അവിടെ ചെന്നിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇന്ന് അമലുണ്ട്, നാളെ ഹിസാബ്. ഇന്ന് അമലുണ്ട്, ഹിസാബില്ല. പക്ഷെ നാളെ ഹിസാബുണ്ട്, അമലില്ല എന്ന് പറയുന്നത് പോലെ അവർക്ക് അനുവാദം നൽകപ്പെടുകയില്ല. എന്നിട്ട് അവർ എഴുത്തിദാറ് ബോധിപ്പിക്കുക. എന്നിട്ട് അവർ എഴുത്തിദാറ് ബോധിപ്പിക്കും പാകത്തിൽ അവർക്ക് ഒരു ഇതിനുകളും ഇല്ല എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. ഇവിടെ അതിന്റെ ജവാബാണ്. അപ്പോൾ അവർ എഴുതറുകൾ പറയും. പറയോ? പറയാൻ തന്നെ ചാൻസ് ഇല്ലാതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ പൊരുളെ. ഉദർ പറയാൻ പാകത്തിൽ ഒരു ഇതിനും അവർക്ക് നൽകപ്പെടുന്നില്ല. അള്ളാഹു ആണ് ശരിക്കും ഇതിന് നൽകുന്നവർ അല്ലെ. അത് ഖുർആനിൽ പലയിടത്തും പറഞ്ഞു പോയതാണ്. ഇവർക്ക് ഒരു നമ്മളെ സൂറത്ത് നബയിൽ അത് ഓതിയില്ലേ, മറ്റേ للمتقين رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا. അതിന് മുന്നിലൊരു ആയത്തിൽ റബ്ബ് പറയുന്നു അവർക്ക് ഇല്ലാമൻ നദിന ലഹു റഹ്മാൻ വഖാല സവാബ അല്ലേ. അന്നത്തെ ദിവസം റഹ്മാനായ റബ്ബ് അനുവാദം നൽകിയവർ ഒഴികെയാണ്. ചില ആളുകൾക്ക് അള്ളാഹു അനുവാദം നൽകും, സത്യവിശ്വാസികൾക്കാണ്. അതുപോലെ തന്നെ റസൂലുമാർക്ക് അല്ലേ. അല്ലാത്ത ഒരാൾക്കും അള്ളാഹു ദൈവം മിണ്ടാൻ അനുവാദം കൊടുക്കൂല. തൊള്ള തുറക്കാനുള്ള അനുവാദം അള്ളാഹു നൽകൂല. തന്നിട്ടല്ലേ നമ്മളൊരു എഴുത്തിദാർ പറയുള്ളൂ അല്ലേ. എഴുത്തിദാർ പറയാൻ റബ്ബ് സമ്മതിക്കൂല. നമ്മുടെ സുഹൃത്ത് റാഷിന്റെ ലാസ്റ്റില് പറഞ്ഞില്ലേ, മറ്റേ അതിന്റെ ലാസ്റ്റ് പറയണ്ടല്ലോ മറ്റേ ഹിസാബ്. അതിന്റെ മുന്നത്തെ ആയതിനും ഇന്ന ഇലൈന ഇയ്യാകും സുമ്മ ഇന്ന അലൈന. അതിന്റെ തൊട്ട് മുന്നേ പോലെ അനുവാദവുമായി ബന്ധപ്പെട്ടിട്ട് ആയത്തിൽ വരുന്നുണ്ട്. ഓർമ്മ പറയാം. അതായത് 2-3 സ്ഥലങ്ങളിൽ നമ്മൾ എടുത്ത് പറഞ്ഞ കാര്യം. അനുവാദം എന്ന് പറയുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് അനുവാദം കൊടുക്കുള്ളൂ. അല്ലാത്തവർക്ക് അള്ളാഹ് അനുവാദം കൊടുക്കൂല. പ്രത്യേകിച്ച് മുഖദ്ദിബീങ്ങൾക്ക് ഒരു അനുവാദമില്ല. അതാകട്ടെ അല്ലേ. അത് അത് മുഖദ്ദിബീങ്ങൾക്ക് നാശക്കാരം ഉണ്ടാവാൻ പറ്റാതെ അവര് കൊടുക്കും എന്നർത്ഥം. ഈ ദിവസത്തിന്റെ ഇന്ന് ഫസ്ലിന്റെ ദിവസമാണ്. ഇത് ഖുർആനിൽ പറഞ്ഞു ഫസ്ൽ, തീരുമാനത്തിന്റെ ദിവസം അല്ലെ. കാര്യത്തിന്റെ ദിവസം. ഇന്ന് കളിയല്ല, ഇന്ന് കാര്യമാണ്. മറ്റേ ഈ സൂറത്തിൽ പറഞ്ഞില്ലേ ഫസ്ൽ വമാ ഹുവ ബിൽ ഹസ്ൽ. ഖുർആൻ പറഞ്ഞത് ഫസ്ലാണ്. ഇന്നഹു ലഖൗലുൻ ഫസ്ൽ വമാ ഹുവ ബിൽ ഹസ്ൽ. ഈ ഖുർആൻ എന്ന് പറയുന്നത് ഫസ്ലാണ്, തീരുമാനിക്കപ്പെട്ടത്. ഇത് തമാശയല്ല. ഈ യൗമുൽ ഫസ്ൽ എന്നുള്ളത് ഖിയാമത്ത് നാളിൽ റബ്ബ് ഉപയോഗിക്കുന്ന പേരാണ്. യൗമുൽ ഫസ്ലു നേരത്തെ പറഞ്ഞ അല്ലേ, യൗമുൽ ലാ യദ്ഖുൻ, മിണ്ടാൻ പറ്റാത്ത ദിവസം. അതുപോലെ തന്നെ തീരുമാനത്തിന്റെ ദിവസം. ഇന്ന് തീരുമാനത്തിന്റെ ദിവസം ജമഅനാക്കും, ഞാൻ നിങ്ങളെ ജമഅ ചെയ്യും, നിങ്ങളെ ഒരുമിച്ച് കൂടും. മഹ്ശറിൽ ഒരുമിച്ച് കൂടില്ല റബ്ബ് അല്ലേ. ജമഅനാക്കും നിങ്ങളെ മാത്രമല്ല വൽ അവ്വലി, ആദ്യകാലയിലെ മുൻഗാമികളെയും ആദമ മുതൽ അവസാന സന്ധ്യദിനെ വരെ എന്ത് ചെയ്യും, ഒരുമിച്ച് കൂട്ടും. അത് തീരുമാനത്തിന്റെ ദിവസമാണ്. ഹാദാ യൗമുൽ ഫസ്ൽ ജമഅനാക്കും
അള്ളാഹുവാണ് ഒരുമിച്ചത്. ഇദാലിക്കൽ യൗമുൽ ജം അല്ലേ, അത് ജംഇന്റെ ദിവസമാണ്. യൗമുൽ ജം എന്നുള്ള നിലക്ക് എന്ത് ചെയ്തു, ആദ്യ നാളിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി പരലോക ദിവസത്തെ. ഇനി നിങ്ങൾക്കുണ്ടെങ്കിൽ, ലക്കും എന്ന് പറഞ്ഞാൽ ലക്കും ആരാണ്? ലക്കും നിങ്ങൾ ഉദ്ദേശിച്ചത് ആരെയാണ്? മുഖദ്ദിബീങ്ങളെ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തുണ്ട്? കൈദ് എന്താ കൈദ്? കുതന്ത്രം അല്ലെ, രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾക്കാണെന്ന് പറയാം. പലപ്പോഴും കൈദ് ഉപയോഗിക്കാം. ഖുർആനിൽ പലയിടത്തും വന്നില്ലേ അല്ലെ, കൈദ് എന്നുള്ള വാക്ക് ഹുമസ അങ്ങനെ ഓതി പോകുമ്പോ അതിലും അവര് തന്ത്രം പ്രയോഗിക്കും, നാമും തന്ത്രം പ്രയോഗിക്കും. അള്ളാഹുവാണ് ഏറ്റവും വലിയ തന്ത്രശാലി എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു അല്ലെ, മക്ർ അല്ലെ, അല്ലാഹു ഖൈറുൽ മാകിരീൻ. ഇവിടെ നിങ്ങളുടെ അരികിൽ എന്തെങ്കിലും സൂത്രപ്പണികളോ രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും കൈതോ ഉണ്ടെങ്കിൽ ഫകീദൂൻ, എനിക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്തോ ആ തന്ത്രം പ്രയോഗിക്കും. കീദൂനി എന്നാണ് അവിടെ കസ്റാണ്. നമ്മൾ അടുത്തൊക്കെ പറയാറുണ്ട് ഈ കസ്റ എന്തിനെ സൂചിപ്പിക്കുന്നത്. അതായത് കിത് എന്നുള്ളതാണ്, കിത് എന്നാണ് അമ്ര. കാദ പല രീതിയിൽ വരും. കാദ യകീദു, കാദ യകീദു, ഇതാണ് ഫിഅൽ. കാദ യകീദു ഇതിന്റെ മസ്ദറാണ് കൈദ്, കുതന്ത്രം. കാദ തന്ത്രം പ്രയോഗിച്ചു, യകീദു തന്ത്രം പ്രയോഗിക്കും അല്ലെങ്കിൽ പ്രയോഗിക്കുന്നു. ഇതിന്റെ അമ്പം എന്തായിരിക്കും? കിദ്. എന്താണ് കിദ്? ഈ കിദിനെ ഞാൻ സോഫാക്കുമ്പോ കീദ കീദു, കീദ എന്നാ പറയാ. കീദ കീദു, കീദു കിദ് കീദ കീദു. അപ്പോൾ കീദു നിങ്ങൾ തന്ത്രം പ്രയോഗിക്കും, സൂത്രം പ്രയോഗിക്കും. നീ എനിക്ക്, നീ ഇവിടെ നിങ്ങൾ എനിക്ക് നിങ്ങൾ എന്നെ അടിക്കൂ, നിങ്ങൾ എന്നെ എറിയൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ നോക്കൂ എന്ന് പറയും പോലെ നിങ്ങളെ ഈ യാഗിനെ കളഞ്ഞു എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ് നമ്മുടെ കസ്റന്റെ അടയാളം. ഇപ്പൊ നമ്മുടെ ചിലവർക്ക് അല്ലാഹു പറഞ്ഞില്ലേ, എന്നോട് ദുആ ചെയ്യുക, എന്നോട് ദുആ ചെയ്യുക എന്ന് ഉപയോഗിക്കാറുണ്ട്. ചില സ്ഥലത്ത് ഫദ്ഉൻ എന്നുള്ള നിലക്കേണ്ട അവിടെ കസ്റ ഉണ്ടാവും. ആ കസ്റ സൂചിപ്പിച്ച എന്നെ എന്നുള്ള അർത്ഥം സൂചിപ്പിക്കാനാണ്. അതുപോലെ നിങ്ങൾ എനിക്കെതിരെ എന്ത് ചെയ്തോ? കൈദിനെ പ്രയോഗിച്ചു. എന്തെങ്കിലും നിങ്ങളുടെ അരികിൽ വല്ല സൂത്രവും ഉണ്ടെങ്കിൽ, എന്റെ ഈ ശിക്ഷയിൽ നിന്ന്, ഞാൻ ഒരുമിച്ച് കൂട്ടുന്ന ജമയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചോ. നമ്മളറിയില്ലേ, ഭയങ്കര കോൺഫിഡൻസിൽ അത് ചെയ്യാൻ പറ്റുന്നത് ചെയ്യ് എന്ന് പറയുന്ന പോലെ ആ പ്രയോഗം എന്താണ്? എന്തെങ്കിലും തന്ത്രം ഉണ്ടെങ്കിൽ ചെയ്യ്, എനിക്കെതിരെ നിങ്ങൾ ചെയ്യുക എന്നാ പറയുക. അള്ളാനെ മറക്കാൻ കഴിയോ? ഇല്ല, അത് റബ്ബിന്റെ തീരുമാനമാണ്. ഹാദാ യൗമുൽ ഫസ്ൽ ജമഅനാകും വൽ അവ്വലീൻ ഫഇൻ കാന ലക്കും കൈദുൻ ഫകീദു. ഹദീഫ അപ്പോൾ കീദു നിങ്ങൾ കൈദ് പ്രയോഗിക്കും, നീ എനിക്ക് നിങ്ങൾക്ക് തന്നത്. ക്ലിയർ അല്ലേ വാക്കർത്ഥം? ഒന്നുകൂടി ഹാദാ യൗമുൽ ഫസ്ൽ ജമഅനാകും വൽ അവ്വലീൻ ഫഇൻ കാന ലക്കും കൈദുൻ ഫകീദുൻ. രക്ഷപ്പെടാൻ കഴിയില്ല. എന്നിട്ട് പറ വൈലുൻ യൗമൈദിൻ ലിൽ മുകദ്ദിബീൻ. മുകദ്ദിബീങ്ങൾക്ക് അന്ന് നാശം, മുകദ്ദിബീങ്ങൾക്ക് അന്ന് നാശം. 10 തവണ ഈ സൂറത്തിൽ ഈ ആയത്ത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സൗന്ദര്യം മനസ്സിലായെങ്കിൽ ഇതിന്റെ ഡീപ്പിലേക്ക് പോകുമ്പോൾ ആ ആയത്തിന്റെ വിശദീകരണം റബ്ബ് ഇങ്ങനെ വെല്ലുവിളിച്ചു പറയാം, അന്ന് നാശം, മുകദ്ദിബീങ്ങളെ അന്ന് നാശം എന്നാണ്. ക്ലിയർ ആണോ വാക്കർത്ഥം? നമുക്ക് അവസാനിപ്പിക്കാനായി. ഏതായാലും ആ ആയത്തിന്റെ വാക്കർത്ഥം കഴിഞ്ഞെങ്കിലും അതിന്റെ ഒരു വിശദീകരണം കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. സമയം കഴിയാനായില്ലേ? ഓക്കെ. റബ്ബ് പറയാൻ ഹാദാ യൗമുൽ ഫസ്ൽ എന്നുള്ളവിടെ ഇത് നമ്മൾ വായിക്കണ്ടേ? ثم قال تعالى الله പറയുന്നു ഹാദാ യൗമു ലാ യൻതിഖൂൻ. എന്താ അർത്ഥം പറഞ്ഞത്? ഈ ദിവസം അവര് സംസാരിക്കൂല. ഐ ലാ യതകല്ലമു, ലാ യതകല്ലമു ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ വഖാല സവാബ്. നല്ല സവാബ് പറയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം? എന്ന് സംസാരിക്കും. പക്ഷേ അത് അള്ളാഹ് അനുവാദം കൊടുത്തവനാണ്. ഇവർക്ക് അനുവാദമില്ല എന്ന് ഇവർ എന്ത് ചെയ്യൂല? സംസാരിക്കൂല. വലാ യൂദന ലഹും, അവർക്ക് അനുവാദം നൽകപ്പെടൂല. ഫയഅ്തദിറൂൻ, എന്നിട്ട് അവര് ഈ ഒരു ഇഅ്തിദാർ ബോധിപ്പിക്കാൻ ഒഴിവ് കഴിവോ ലാ യഖ്തിറൂന അലൽ കലാം, മുണ്ടാൻ തന്നെ അവർക്ക് കഴിയൂല. വലാ യൂദന ലഹും ഫീഹി ലിയഅ്തദിറൂൻ, എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറയാൻ, എന്തെങ്കിലും എനിക്ക് കുറച്ച് ടൈം കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ തിരക്കിലായിരുന്നു, എനിക്ക് വേറെ ചില ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു, ഒരു ഒഴിവ് എക്സ്ക്യൂസസും നമ്മൾ എന്ത് ചെയ്യൂല?
അവിടെ സ്വീകരിക്കൂല. ബൽ ഖദ് ഖാമത് അലൈഹിമുൽ ഹുജ്ജ, അവരുടെ മേൽ തെളിവുകൾ നിറഞ്ഞതാണ്. വഖഅൽ ഖൗലു അലൈഹിം, അവരുടെ മേൽ വാക്ക് സ്ഥിരപ്പെട്ടതാണ്. വഹഖ അലൈഹിമുൽ ഖൗലു എന്ന് പറഞ്ഞില്ലേ, അവരുടെ മേൽ വാക്കുകൾ സ്ഥിരപ്പെട്ടതാണ്. ബിമാ ദലമു, അവർ കാട്ടിയ ദുൽമുകൾക്ക്. ഫഹും ലാ യൻതിഖൂൻ, അവർ ചെയ്ത ദുൽമുകൾക്ക് അവർക്ക് ഒന്നും മിണ്ടാൻ പോലും കഴിയൂല. വഅറസാത്തിൽ ഖിയാമത്തി ഹാലാത്തുൻ, ഖിയാമത്ത് നാളിന്റെ മുറ്റത്ത് ഒരുപാട് അവസ്ഥകൾ ഉണ്ടാവും. നാളെ ഖിയാമത്ത് നാൾ നടക്കുന്ന ആ ഒരു സന്നിധിയിൽ ഒരുപാട് അവസ്ഥകളാണ്, പലർക്കും പല അവസ്ഥകളാണ്. ആ ഒരു അവസ്ഥനെ പറയാം, റബ്ബു തആല യുഖ്ബിറു അൻ ഹാദിഹിൽ ഹാല താറത്തൻ, ഒരു അവസ്ഥയിൽ റബ്ബ് ഈ ഒരു അവസ്ഥയെ സംബന്ധിച്ച് എന്താണ് വിശദീകരിക്കാൻ പഠിച്ച റബ്ബ്. വഅൻ ഹാദിഹിൽ ഹാല താറത്തൻ, മറ്റൊരു അവസ്ഥകളെ സംബന്ധിച്ച് റബ്ബ് എന്ത് ചെയ്യുന്നു, അവിടെ പ്രതിപാദിച്ചു പോകുന്നു. എന്തിനു വേണ്ടി? ലിയദുല്ല അലാ ശിദ്ദത്തിൽ അഹ്വാലി വസ്സലാസിലി യൗമഇദിൻ, അന്നേ ദിവസം മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന പ്രകമ്പനം, മനുഷ്യന്മാർ ആ നാളിന്റെ ഭീകരത. അഹ്വാ എന്ന് പറഞ്ഞാൽ ഭീകരത ഒക്കെ പറയും. അഹ്വാലി യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ ഭീകരത എന്ന് പറയാം. ആ ഭീകരതയുടെ ശക്തി അതിനൊക്കെ സൂചിപ്പിക്കാനാണ് റബ്ബ്. അന്ന് മിണ്ടാൻ പറ്റൂല, മിണ്ടാൻ അനുവാദമില്ല എന്നൊക്കെ റബ്ബ് പറയുന്നത് ഈ ആ ഒരു ദിവസത്തിന്റെ ഭീകരതയെ ഓർമ്മിപ്പിക്കാനാണ്. വലിഹാദ, അതുകൊണ്ട് യഖൂലു ബഅദ കുല്ലി ഫസ്ലിൻ മിൻ ഹാദൽ കലാം, ഈ ഒരു തീരുമാനം അല്ലെ ഓരോ ആയത്ത് ഇങ്ങനെ കഴിയുമ്പോഴും റബ്ബ് ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ. വൈലുൽ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ, ഓരോ കാര്യങ്ങൾ വളരെ ശക്തമായ കാര്യം പറയും. എന്നിട്ട് അല്ലാഹ് വീണ്ടും ഇതിനെങ്ങനെ സൂചിപ്പിക്കുന്നു. വഖൗലുഹു ഹാദാ യൗമുൽ ഫസ്ൽ ജമഅനാകും വൽ അവ്വലീൻ ഫഇൻ കാന ലക്കും കൈദുൻ ഫകീദൂൻ. എന്താ അർത്ഥം അറിയില്ലേ? എന്താണ്? നിങ്ങളെ നാം ഒരുമിച്ച് കൂട്ടും, മുൻഗാമികളെ നാം ഒരുമിച്ച് കൂട്ടും, നിങ്ങളടുത്ത് വല്ല കൈദുണ്ടെങ്കിൽ എനിക്കെതിരെ കൈ പ്രയോഗിച്ചോ. വഹാദിഹി മുഖാതബത്തുൻ മിനൽ ഖാലിഖി ലിഇബാദി, സൃഷ്ടിച്ചവനായ തന്റെ റബ്ബ് ഇബാദികളോട് റബ്ബ് ചെയ്യാണ്, എല്ലാവരും കൂടി വരടാ, എന്നാൽ നടക്കൂല എന്നാണ് റബ്ബ് പറയുന്നത്. റഹ്മാൻ റഹീം, അല്ലാഹു പരമകാരുണികനാണ്. യഖൂലു ലഹും, അല്ലാഹു പറയുന്നു, ഹാദാ യൗമുൽ ഫസ്ൽ ജമഅനാകും ലഹു, യഅനി അന്നഹു ജമഅഹും ബിഖുദ്റതിഹി, അവന്റെ കഴിവുകൾ കൊണ്ട് റബ്ബ് ചെയ്യും അവരെ ഉയർത്തിയെഴുന്നേൽപ്പിക്കും. ഫീ സഈദിൻ വാഹിദ്, ഒറ്റ പകലത്തിൽ, ഇങ്ങോട്ട് നോക്കിയാൽ അങ്ങറ്റം വരെ കാണുന്ന രൂപത്തിൽ. യുസ്മിഉഹും അദ്ദാഇ വയൻഫുദുഹുൽ ബസർ, കേൾക്കേണ്ടവരെ മുഴുവൻ അവൻ കേൾപ്പിക്കും, കാണേണ്ടവരെ മുഴുവൻ അവൻ കാണിപ്പിക്കും. എന്തെങ്കിലും ഓർമ്മയില്ല, കേൾക്കേണ്ടത് കേൾപ്പിക്കും, കാണേണ്ടത് കാണിപ്പിക്കുന്ന റബ്ബ് അവന്റെ ഭീകരതയെ റബ്ബ് സൂചിപ്പിക്കാൻ. അന്നെല്ലാം മനുഷ്യർ കാണേണ്ടി വരുന്നതാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആ ഒരു ഭയങ്കര ഭീകരമായ രംഗങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നരകവുമായി ബന്ധപ്പെട്ടുള്ള ആയത്തുകളൊക്കെ ഓതുമ്പോൾ റബ്ബിനോട് കാവലിനെ തേടാറുണ്ടായിരുന്നു. ഈ സൂറത്ത് ഓതുമ്പോൾ നമ്മൾ മറക്കരുത്. രാത്രിയൊക്കെ പാരായണം ചെയ്യുന്ന സമയത്ത് പോലും നരകവുമായി ബന്ധപ്പെട്ട ആയത്ത് ഒരു റസൂൽ പറയും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ, അല്ലാഹു നരകത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. നരകം ഭയങ്കരമാണ്. അള്ളാഹു നമ്മളെയും നമ്മുടെ ബന്ധുക്കളെയൊക്കെ ആ നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. അല്ലെ, ഇനി റബ്ബിന്റെ വെല്ലുവിളി കൂടി പറഞ്ഞാൽ നിർത്തി. ഇത് റബ്ബിന്റെ ഒരു വെല്ലുവിളിയാണ്. ഷദീദുൻ, അല്ലെ, ശക്തമായി. റബ്ബിന്റെ താക്കീതാണ്. അക്കീദുൻ, താക്കീദ് ഉറപ്പായ ആ ഒരു പ്രയോഗം നോക്കി. തഹദീദുൻ ഷദീദുൻ വവഈദുൻ അക്കീദ്, തഹദീദുൻ ഷദീദുൻ വവഈദുൻ അക്കീദ്, ഉറപ്പായ റബ്ബിന്റെ വാഗ്ദാനമാണ്, ശക്തമായ റബ്ബിന്റെ താക്കീതാണ്. ഐ ഇൻ ഖദർതും അലാ അൻ തതഖല്ലസു മിൻ ഖബൽ, എന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ രക്ഷപ്പെടരുത് എന്നാണ് പറയുന്നത്. തതഖല്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? ശരി, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ എന്താണ്, നിഷ്കളങ്കത, അതായത് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇഖ്ലാസ്. ഖാലിസ് ആവാൻ, അതായത് അത്രക്കും പ്യൂർ ആവാൻ, തിന്മകളൊന്നും ഇല്ലാത്ത വിധം അയാള് സുരക്ഷിതൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. തതഖല്ലസ് എന്ന രക്ഷപ്പെടാൻ അർത്ഥത്തിൽ ഉപയോഗിക്കും. നിങ്ങൾ എന്റെ കബളത്തിന്റെ കബളത്ത്, അല്ലെ, പിടുത്തം, ലോകം എന്ന് പറയുന്നത് റബ്ബിന്റെ ഒരു പിടുത്തമാണ്. കബള എന്ന് പറഞ്ഞാൽ മുഷ്ടി ചുറ്റി പിടിക്കുന്നതിനാണ് കബള എന്ന് ഉപയോഗിക്കുക. അല്ലെ, എന്റെ കബളത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടുക. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നജാത്ത് കിട്ടുമെങ്കിൽ ലമിൻ ഹുക്മി ഫല, എന്റെ ഹുക്കുമിൽ നിന്ന് നിങ്ങൾക്ക് നജാത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. ഫഫലു, നിങ്ങൾ അത് ചെയ്ത് രക്ഷപ്പെടും. ഫൈനക്കും, പക്ഷേ നിങ്ങൾക്ക് അത് ചെയ്യൂല, കഴിയൂല എന്നാണ്. മനുഷ്യന്മാർ യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇസ്തതഅതും അൻ തൻഫുദു മിൻ അഖ്താരി സമാവാതി വൽ അർളി ഫൻഫുദു ലാ തൻഫുദൂന ഇല്ലാ ബി സുൽത്താൻ. അല്ലേ, അതാണ് മനുഷ്യരും ജിന്നും ഒരുമിച്ച് കൂടിയിട്ട് അവർക്ക് പറ്റുന്നത് മുഴുവൻ അവർ ചെയ്യട്ടെ. അല്ലെ, ഈ ഭൂഗോളങ്ങളിലെ ആകാശഭൂമികളിലെ ഏത് കോണിലുള്ളവൻ, ഖത്തറിലെ എത്ര മൂലകളിൽ നിൽക്കുന്നവനാണെങ്കിലും എല്ലാവരും ചെയ്യാനുള്ളത് ചെയ്തോ. ഫൻഫുദു, ചെയ്യാനുള്ളത് ചെയ്തോ. ലാ യൻഫുദൂന ഇല്ലാ ബി
സുൽത്താൻ. സൂറത്തുർ റഹ്മാനിലൊക്കെ പറയാം വലാ തദുറൂനഹു, പടച്ചറബിന് ഒരു ദുർറുണ്ടാക്കാൻ ഒരാൾക്കും കഴിയൂല. ലാ തദുറൂനഹു ശൈഅ, ഒരു ചുക്കും ചെയ്യാൻ കഴിയൂല. റബ്ബിന്റെ ഭയങ്കര ശക്തമായ വാക്കാണ്. ഒരു ഹദീസ് കൂടി അതിന്റെ വിശദീകരണത്തിൽ കാണാം. യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നകും ലൻ തബ്ലുഗു നഫഇ ഫതൻഫഉനി, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു നഫ്ഉ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയൂല. അല്ലാഹു അല്ലേ, അല്ലാഹു എല്ലാവർക്കും നഫ്ഉ കൊടുക്കുന്നതാണ്. പടച്ച റബ്ബിന് നഫ്ആണ് നമ്മുടെ ഇബാദത്തുകൾ അല്ല. നമ്മളെ ഇബാദത്ത് മനുഷ്യന്മാർ മുഴുവൻ സ്വാലിഹീങ്ങളായാലും അള്ളാന്റെ രാജാധികാരത്തിൽ എന്ത് ചെയ്യൂല, ഒരു തരി വർധനവ് വരുന്നില്ല. അള്ളാഹുവിന് ഒരു ഉപകാരവും ഇല്ല അല്ലേ. അതേപോലെ തന്നെ എന്തെങ്കിലും എനിക്ക് വേണ്ടി ഒരു ഉപദ്രവം ചെയ്യാൻ നിങ്ങൾക്ക് എന്തെയ്യൂല, കഴിയൂല. അള്ളാഹു അസീസാണ്, അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു അലീമാണ് അല്ലേ. അള്ളാഹു ജബ്ബാറാണ് എല്ലാത്തിലും. അള്ളാഹു ഗനിയൻ, അള്ളാഹു ധന്യനാണ്. മനുഷ്യന്മാർക്ക് ഉപദ്രവവും മനുഷ്യന്മാർക്ക് ഒരു ഉപകാരവും അള്ളാഹുവിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അള്ളാഹുവിന് ചെയ്യാൻ പറ്റില്ല. അള്ളാഹു ചെയ്യുന്നവൻ അതൊക്കെ അള്ളാഹു കൊടുക്കണം. അള്ളാഹിന്റെ ഔദാര്യാണ്. അള്ളാഹുവാണ് ഏറ്റവും വലുത്. അള്ളാഹു അക്ബർ അല്ലേ. നമ്മളൊക്കെ ഫുഖറാക്കളാണ്, അവൻ വലിയുമാണ്. നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരലോകത്ത് ഇന്നത്തെ ഒരു ഭീകരമായ രംഗം, അത് ഭയങ്കര ഭയാനകരമാണ്. അള്ളാഹു അതിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കാത്തു രക്ഷിക്കട്ടെ. വിശുദ്ധ ഖുർആൻ പഠനത്തിൽ അള്ളാഹു ആവേശവും ഉന്മേഷവും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് ഇബ്നു കസീറിന്റെ തഫ്സീർ മാത്രമേ നമ്മൾ വായിച്ചിട്ടുള്ളൂ. പക്ഷേ ഇൻഷാ അല്ലാഹ് ഇനിയും ബാക്കിയുള്ള ഭാഗങ്ങൾ ഈ സൂറത്തിന്റെ പൂർത്തീകരണം വരുമ്പോൾ ഓരോ ഭാഗങ്ങൾ നമുക്ക് വായിക്കണം, മനസ്സിലാക്കണം. അള്ളാഹു നരകത്തിന്റെ ഭീകരതയെ ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ മുത്തഖീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആ ഭീകരത ഉൾക്കൊണ്ടിട്ട് അതിൽ നിന്ന് അകലാനുള്ള പ്രവർത്തനം ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരിൽ പ്രവർത്തിക്കുന്നവരിൽ റബ്ബേ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. പ്രാർത്ഥനകളെ റബ്ബേ നീ സ്വീകരിക്കണം. നരകത്തിന്റെ ഭയാനകതയിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ. അള്ളാഹു സ്വർഗത്തിൽ റബ്ബേ നീ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടണേ. അള്ളാഹു നിന്നിലേക്ക് കൂടുതൽ വിനീതരാകുന്ന, നിന്റെ താക്കീതുകളെയും നിന്റെ വാക്കുകളെയും കൂടുതൽ ഗൗനിക്കുന്ന അറിവും അതിനുള്ള എല്ലാവിധ ഈമാൻ റബ്ബേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. ഉപകാരപ്രദമായ അറിവ് റബ്ബേ നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകണം. നൽകിയ അറിവ് ജീവിതത്തിൽ ഉപകാരപ്പെടുത്തി തരികയും ചെയ്യണം. അള്ളാഹുവേ നിന്നെ ഭയപ്പെടുന്ന, നിന്റെ കുദറത്തിനെ തിരിച്ചറിയുന്ന ഏറ്റവും നല്ല മുത്തഖീങ്ങൾ റബ്ബേ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ മനസ്സിലാക്കി കൂടുതൽ നല്ല നിലയ്ക്ക് റബ്ബേ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളിൽ റബ്ബേ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണം. ഞങ്ങളുടെ കഴിവിനനുസരിച്ച് റബ്ബിനെ സൂക്ഷിക്കാനുള്ള അറിവ് റബ്ബേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സ് നൽകണം. അവർക്ക് ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. അവർക്ക് റഹ്മത്തും അവർക്ക് മഗ്ഫിറത്തും റബ്ബേ നീ പ്രദാനം ചെയ്യണം. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് പ്രിയപ്പെട്ടവർ, അവരുടെ ഖബറിടങ്ങളെ റബ്ബേ നീ വിശാലമാക്കണം. അസുഖങ്ങളൊക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ഓരോ ക്ലാസ് കഴിയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഉസ്താദെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്ന നമ്മുടെ സുഹൃത്തുക്കളെ അള്ളാഹു അവരുടെ സദുദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ. അള്ളാഹു അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. جزاكم الله خيرا وصلى الله على نبينا محمد وعلى آله وصحبه وسلم. السلام عليكم ورحمة الله.